ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് സെപ്റ്റംബർ 3 രാവിലെ 9 മണിയുടെ പ്രാർത്ഥന. കുത്ത 3 മണി ജപം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും നിന്ന് വിമുക്തമാക്കണമേ. നിൻ്റെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, നിസ്സാരരായ ഞങ്ങളുടെ കീർത്തനങ്ങൾ ക്രോവേന്മാരുടെയും ശ്രാപ്പന്മാരുടെയും മുഖ്യദൂതന്മാരുടെയും സ്തോത്രങ്ങളോട് ചേർക്കണമേ. ഭൂവാസികളെ സ്വർഗവാസികളോട് ഒന്നിപ്പിച്ച നിൻ്റെ കാരുണ്യത്തിന് എന്നേക്കും സ്തുതിയുണ്ടായിരിക്കട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. സങ്കീർത്തനം 92. കർത്താവിനെ സ്തുതിക്കുന്നത് ഉത്തമമാകുന്നു. അത്യുന്നതനെ നിൻ്റെ നാമം പുകഴ്ത്തുന്നതും ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിക്കുന്നത് ഉത്തമമാകുന്നു. അത്യുന്നതനെ നിൻ്റെ നാമം പുകഴ്ത്തുന്നതും. ഉദയത്തിൽ നിൻ്റെ കൃപയും നിശാവേളയിൽ നിൻ്റെ വിശ്വസ്തതയും പ്രഘോഷിക്കുക ഉത്തമമാകുന്നു. ഞാൻ 10 കമ്പികളുള്ള വീണ മീട്ടും കിന്നരം വായിക്കും. കർത്താവേ, നിൻ്റെ പ്രവർത്തികൾ എന്നിൽ ആനന്ദം പകരുന്നു. ആ കൈവേലകളെ ഞാൻ പുകഴ്ത്തുന്നു. കർത്താവേ, നിൻ്റെ പ്രവർത്തികൾ എത്ര ഉത്കൃഷ്ടമാകുന്നു. നിൻ്റെ ചിന്തകൾ എത്ര അഗാധമാകുന്നു. മൂഢനായ മനുഷ്യനതറിയുന്നില്ല, ഭോഷന്മാർക്കത് മനസ്സിലാവുകയുമില്ല. ദുഷ്ടന്മാർ പച്ചപ്പുല്ല് പോലെ മുളച്ചുയരുന്നു, തിന്മ ചെയ്യുന്നവർ തഴച്ചു വളരുന്നു. അവർ എന്നേക്കുമായി നശിക്കും. കർത്താവേ, നീ എന്നേക്കും ഉന്നതനാണ്. നിൻ്റെ ശത്രുക്കൾ വീണ് നശിക്കും. വൈരികൾ നിലം പതിക്കും, ദുഷ്കർമ്മികൾ ചിതറിക്കപ്പെടും. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബനോനിലെ ദേവദാരു പോലെ തളിർക്കും. അവരെ കർത്താവിൻ്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു, തിരുമുറ്റത്ത് വളർത്തുന്നു. അവ വീണ്ടും പുഷ്പിക്കും, പ്രായമേറിയാലും ഫലം ചൂടും, പുഷ്ടിപ്പെടുകയും സുഗന്ധം വർഷിക്കുകയും ചെയ്യും. കർത്താവ് ധർമ്മിഷ്ഠനാണെന്നും ശക്തനാണെന്നും അവനിൽ ദുഷ്ടതയില്ലെന്നും അവ പ്രഘോഷിക്കും. ബാവായ്ക്കും പുത്രനും റൂഹാദുകുദാശിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. തെസ്ബഹത സ്തുതിഗീതം. നന്മ നിറഞ്ഞ നിർമ്മലതായേ, യാചിക്കണമേ ഞങ്ങൾക്കായി നീ. രക്തം ചിന്തി നേടിയ സഭയിൽ ശാന്തിയും ഐക്യവുമേകുന്നതിനായി ദാവീദിൻ സുത കന്യാമറിയെ, കരുണാപൂർണേ ഹന്നാപുത്രി. പ്രാർത്ഥന മൂലം ഞങ്ങളുടെ ദേശം രക്ഷിക്കണമേ കേണിടുന്നു. ഇടയന്മാർക്കും നേതാക്കൾക്കും ഏകുശക്തി കനിവിന്നാഥേ. ശണ്ഠയകറ്റി രോഗം മാറ്റി ദുഷ്ടത നീക്കി നൽകൂ ശാന്തി. വിണ്ണിൻ സുതനെ പോറ്റിയ നാഥേ, നിൻതൃപാദം അണയും ഞങ്ങൾ. വരദാനത്താൽ പൂരിതരായി ദൈവസ്തോത്രം പാടിയിടട്ടെ. ബാവായ്ക്കും തിരുസുതനും പാവന റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ആദിമുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. കർത്താവേ, ഞങ്ങളിൽ കനിയണമേ. ഞങ്ങളുടെ രക്ഷകനായ മിശിഹായെ, നിൻ്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുത്ത സഭയ്ക്ക് സമാധാനവും സംരക്ഷണവും നൽകണമേ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥതയാൽ ഞങ്ങളുടെ കുറവുകളെല്ലാം പരിഹരിച്ച് നിൻ്റെ മഹത്വപൂർണമായ പ്രത്യാഗമനത്തിൽ ഞങ്ങളെ നീതിമാന്മാരോടൊത്ത് നിൻ്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യണമേ. ആമേൻ. രാവിലെ 9 മണിയുടെ പ്രാർത്ഥന ഇവിടെ അവസാനിക്കുന്നു. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. അമ്മയോടുകൂടെ ആയിരിക്കാൻ എപ്പോഴും നമ്മുടെ ഒപ്പം പരിശുദ്ധ അമ്മ ഉണ്ടാകാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ.